वन नेशन वन इलेक्शन पर काम कर रहे हैं, जो भारत के लोकतंत्र को मजबूती देगा, जो भारत के संसाधनों का ऑप्टिमम आउटकम देगा और देश विकसित भारत के सपने को पार करने में और नई गति प्राप्त करेगा। तो उसको नहीं मानते, ये नहीं चलने वाला है डेमोक्रेसी में। ये डेमोक्रेसी को टिकाना है तो जब जब चाहिए तब इलेक्शन करना पड़ेगा। सीपीआईएम ने इसका सख्त विरोध किया है। जब कमेटी का गठन हुआ गोविंद जी के नेतृत्व में, उसी वक्त हमने कहा कि ये हमारे संसदीय प्रणाली के ऊपर हमला होगा और ये संघीय ढांचा जो संविधान का है उसके ऊपर हमला होगा। और आज जब हम लोग सिफारिश देखते हैं, वही है जो हम लोगों की आशंका थी। ജനാധിപത്യത്തെ രക്ഷിക്കാൻ വ്യാജമായ ആശ്വാസങ്ങൾ മതിയാകില്ല. നിലവിലെ നിയമങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഭരണകൂടം തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലൂടെ തെരഞ്ഞെടുപ്പ് അജണ്ടകളുടെ അട്ടിമറിയാണ് കേന്ദ്ര സർക്കാരും ബിജെപിയും ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? 2014 മുതൽ ബിജെപി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പായാൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ കേന്ദ്രീകൃതമായി നിശ്ചയിക്കപ്പെട്ട അജണ്ടകളിൽ ഒതുങ്ങിപ്പോകില്ലേ? ഭക്ഷ്യസുരക്ഷ, തൊഴിൽ, ദാരിദ്ര്യം, വിദ്യാഭ്യാസം പോലുള്ള മർമ്മപ്രധാന പ്രശ്നങ്ങൾ എങ്ങനെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഉന്നയിക്കപ്പെടും? ഹിന്ദുത്വ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതയിലൂന്നിയുള്ള ദേശീയ വിഷയങ്ങൾ മാത്രമാകില്ലേ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ? ജനാധിപത്യത്തെ അട്ടിമറിക്കുമോ ഈ ഒറ്റ തെരഞ്ഞെടുപ്പ്? നടപ്പാകാൻ ബുദ്ധിമുട്ടുള്ള ആശയം കേന്ദ്രം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് ലക്ഷ്യത്തിനാണ്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, ബിജെപി നേതാവ് ടി.പി. ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് എൻ. ലാൽകുമാർ. മൂന്നുപേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ റോണി കെ ബേബി, വികസിത രാജ്യങ്ങളിലെല്ലാം ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ ഫലവും വരുന്നു. ഭീമമായിട്ടുള്ള ചെലവാണ് കുറയ്ക്കുന്നത്. മാത്രമല്ല, ഈ പെരുമാറ്റച്ചട്ടവും പല സമയങ്ങളിലായി നടത്തുന്നതിന്റെ ആ പെരുമാറ്റച്ചട്ടങ്ങളും അതുമൂലമുണ്ടാകുന്ന ഭരണ പ്രതിസന്ധിയും എല്ലാം ഒഴിവാക്കാം. സ്വാഭാവികമായിട്ടും വികസിത രാജ്യങ്ങളിലേക്ക് ഉറ്റുനോക്കി ആ വികസിതമായിട്ടുള്ള ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകേണ്ട സമയമൊക്കെ ഇന്ത്യ അതിക്രമിച്ചില്ലേ? അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കേന്ദ്രവും ബിജെപിയും മുന്നോട്ട് വെക്കുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം കണ്ണടച്ചെതിർക്കുന്നത്? രാഷ്ട്രങ്ങളെ പോലെ കാണേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. ഒരു ഭൂമിശാസ്ത്രപരമായി ഒരിക്കലും നിർവചിക്കേണ്ട രാഷ്ട്രവുമല്ല ഇന്ത്യ. ഇന്ത്യ എന്നത് ഒരാശയമാണ്. ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്രം തന്നെ ഒരു ആശയമായി മാറുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്താ ഇന്ത്യ എന്ന ആശയം? അത് രവീന്ദ്രനാഥ ടാഗോറും നെഹ്റുവും ഒക്കെ വളരെ സുന്ദരമായി നിർവചിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥ കാതൽ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ്. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയം നെഹ്റു രൂപീകരിച്ചത്. പക്ഷേ ആ വൈവിധ്യങ്ങളെ നമ്മൾ തകർക്കാൻ ശ്രമിച്ചാൽ, നമുക്കറിയാം ചരിത്രത്തില് ഇപ്പോൾ മറ്റനേകം രാജ്യങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ, ഇതുപോലെ വൈവിധ്യങ്ങളുള്ള ഏതൊരു രാജ്യം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, തകർന്നുപോയി. ചെക്കോസ്ലോവാക്യ ഉണ്ടായിരുന്നു, തകർന്നുപോയി. യുഗോസ്ലോവാക്യ ഉണ്ടായിരുന്നു, തകർന്നുപോയി. ഇപ്പോൾ വൈവിധ്യങ്ങളുള്ള രാഷ്ട്രങ്ങൾ അതിജീവിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത് വൺ ഓഫ് ദ റയറസ്റ്റ് കേസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ അപൂർവതകളിൽ അപൂർവതയാണ്. അങ്ങനെ ഒരു അപൂർവതയാണ്, ലോകമഹാത്ഭുതമാണ് ഇന്ത്യ എന്ന രാജ്യം. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവരുടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അവരെ ഈ വൈവിധ്യങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. അവരെ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രം, അത് ദീൻ ദയാൽ ഉപാധ്യായി ഒക്കെ അദ്ദേഹം ഏകാത്മക മാനവ ദർശനം എന്ന ചിന്ത മുന്നോട്ട് വെച്ചു. ബിജെപിയുടെ ജനസംഘം നേതാവായിരുന്നു. അതിനു മുമ്പ് ഡോക്ടർ ഖഡ്ഗേവാളും സവർക്കറും ഒക്കെ പറഞ്ഞ ഗുരുജി ഗോൾവാൾക്കറും ഒക്കെ പറഞ്ഞ ആശയം അവർ അംഗീകരിക്കുന്നത് ഒരു ഏകശിലാത്മക ആശയത്തെയാണ്, ഈ വൈവിധ്യങ്ങൾക്ക് നേരെ എതിരായി. അതുകൊണ്ടാണ് ഈ ബിജെപി അധികാരത്തിൽ വന്നപ്പോൾ അവർ നടപ്പാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രം ഒരു നിയമം, ഏകീകൃത സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഒരു രാഷ്ട്രം ഒരു ഭാഷ,
പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇവിടെ അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു രാഷ്ട്രം ഒരു നികുതി GST സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ഇവരുടെ മറ്റൊരു തന്ത്രമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട, ഇത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നില്ല. അല്ലെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് സമ്പൂർണ്ണ പരാജയമായിരിക്കും. അത് പറയാൻ ഞാൻ കാരണം, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഒരു രാഷ്ട്രം ഒരു മതമെന്നോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു ഭാഷയെന്നോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പെന്നോ, ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നോ. ചൈനയിലേക്ക് നോക്കുക, അവിടെ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. ഇനി ജനാധിപത്യ രാജ്യങ്ങളായ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും നോക്കുക, അവിടെ പോലും 2 രാജ്യങ്ങളേ ഉള്ളൂ. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് തന്നെ 2 പാർട്ടി സിസ്റ്റമാണ്, ഇംഗ്ലണ്ടിൽ 2 പാർട്ടി സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ ഇത്രയും ബഹുസ്വരത ഇവിടെ ആഘോഷിക്കുന്നത് ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾ, ജാതി, മതം, വർഗം. റോണിക്ക് ബേബി, അപ്പോൾ ഈ ഭീമമായ ചെലവ്, അതാണല്ലോ ഈ ഒന്നാം വാദം പറയുന്നത്, അത് പ്രതിപക്ഷം കാണുന്നില്ലേ? അത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറട്ടെ എന്ന് സാമ്പത്തികമായി നിങ്ങൾ വിലയിരുത്തുന്നില്ലേ? കാരണം 100 കോടി ജനങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെ ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്താൻ സാധിക്കും? 28ഓളം സംസ്ഥാനങ്ങള്, അതോടൊപ്പം തന്നെ 7-8ഓളം കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞു. നമുക്കിപ്പം തന്നെ അറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നടന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? ഏകദേശം 2-3 മാസം എടുത്തു. അതാണ് ഈ രാജ്യത്തിന്റെ വൈവിധ്യം എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനങ്ങളിൽ പോലും 5-6 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു സംസ്ഥാനത്ത് പോലും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളൊക്കെ നോക്കുക, ജാർഖണ്ഡിൽ പോലും 80 സീറ്റുള്ള ജാർഖണ്ഡിൽ പോലും 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന രാജ്യത്ത് പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടേ. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോഴും കൃത്യമായി എഴുതി വെക്കാത്ത ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവർ പറയുന്നു ഒന്നിച്ചൊറ്റ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. 10-28 സ്റ്റേറ്റുകൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒരു 8-10 സ്റ്റേറ്റുകളിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വരുന്നു. അവിടെയൊക്കെ നിയമസഭ പിരിച്ചുവിട്ട്, നമുക്കറിയാം കേരളത്തിലെ അവസ്ഥ അറിയാം. 1965 ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. 2 വർഷമാണ് നിയമസഭ സ്റ്റാൻഡ് ബൈ ആയി നിന്നു. എന്നിട്ട് വീണ്ടും 67-ലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു പ്രായോഗികമല്ല. ഇതിനകത്ത് ഒറ്റ അജണ്ടയുള്ളൂ. ഒന്ന്, ഇന്ത്യ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് മാറ്റണം. ഞാൻ ഒറ്റ കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും 2 പാറ്റേണിലാണ്. ഈ തൊട്ട് മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പ് നോക്കുക. നമ്മുടെ ആ 280 സീറ്റിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിനൊപ്പം നന്ദേഡ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലെ 6 അസംബ്ലി സെഗ്മെന്റിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. 2 ലക്ഷം വോട്ടിനാണ് അവിടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പിന്നെ മാർജിൻ എന്ന് പറയുന്നത്, തോറ്റുപോയ മാർജിൻ. പക്ഷെ ആ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് ജയിച്ചു. ആ നന്ദേഡ് ലോക്സഭാ സീറ്റിൽ ഒരേ സമയം തന്നെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2 വ്യത്യസ്തങ്ങളായ പാറ്റേണാണ് നമ്മൾ കണ്ടു. കഴിഞ്ഞ മെയ് മാസമാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതേ പാർട്ടികളല്ല. വീണ്ടും ഹരിയാനയിലേക്ക് വരുമ്പോൾ, ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ഇവരെന്ത് ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമാണ്. കാരണം ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരിക. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാംനാഥ് കോവിന്ദ് കമ്മീഷൻ തന്നെ 48 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് മൊഴികൾ ശേഖരിച്ചത്, അഭിപ്രായങ്ങൾ ശേഖരിച്ചത്. പക്ഷെ എന്താണെന്നറിയോ, ഈ കഴിഞ്ഞൊരു 10 വർഷം നോക്കി ഇന്ത്യയിലെ ഇവിടുത്തെ പ്രാദേശിക പാർട്ടികളെല്ലാം തകർന്നില്ലാതായിക്കൊണ്ടിരിക്കുക. ആരാണ്? BJP. മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ട്. NCP പിളർത്തി, ശിവസേനയെ പിളർത്തി. അവിടെ ഒറീസയിൽ BJD പിളർത്താൻ പോകുന്നു. അകാലിദളിന്റെ കാര്യം തീർന്നു. ഇനി പിന്നെ ആസാം ഗണപരിഷത്ത്, ആസാമില് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളെ മുഴുവൻ തകർത്ത് ഇതായി. ഇത് വരാൻ പോകുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പല്ല, ഒരു രാഷ്ട്രം ഒരു പാർട്ടി. ശ്രീ റോണിക്ക് ബേബി, ഞാൻ തിരികെ എത്താം. BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ, ചെലവ്, ഭീമമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതെന്ന് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2014 തൊട്ട് താങ്കളുടെ പാർട്ടിയും ഇപ്പോൾ കേന്ദ്ര സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1957 ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പിന് ശേഷം 49 ദിവസം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് ഈ ഏറ്റവും അവസാനത്തെ തവണ. അത് സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ക്രമീകരണത്തിന് വേണ്ട സമയമൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് കാരണമായിട്ട് പറഞ്ഞാലും രാജ്യത്തെ അവസ്ഥ 57 തുല്യമോ അല്ലെങ്കിൽ അതിൽ പിറകിലോ ഒക്കെയാണെന്ന് ഏകദേശം സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ കുറച്ച് സമയമെടുത്ത് നടത്തിയപ്പോൾ ഇപ്പോൾ അത് ഇത്രയും സമയമെടുത്ത് നടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അതായത് ചെലവ് കൂട്ടുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ നയമോ പിടിപ്പുകേടോ ഒക്കെയാണ്. അതിന് ഇപ്പോഴുള്ള നിയമത്തെ പരിപൂർണമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഉടച്ചു വാർത്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? എന്തുകൊണ്ടാണ് ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് BJP ആവശ്യപ്പെടുന്നത്? നോക്കുക പറഞ്ഞ
ഇതൊരു ദിവസം കിടന്നുറങ്ങി പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ തോന്നിയ ഒരു ആശയമല്ല. ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്താലും BJP വിരോധം വളർന്ന് രാജ്യവിരുദ്ധതയും ഇന്നലെ പറഞ്ഞ വാക്കുകളുടെ തിരസ്കാരവുമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ മകുട ഉദാഹരണമാണ് ഈ ചർച്ചയിൽ എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്, സർ, 1952 ഇന്ത്യ രാജ്യത്ത് നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും ഒരേ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രാജ്യത്ത് നിന്ന് ഫെഡറലിസം തകർന്നു പോകും. 1957 ഇന്ത്യ രാജ്യത്ത് 2 തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചായിരുന്നു. ഈ രാജ്യത്ത് ഫെഡറലിസം തകർന്നു പോയോ? കോൺഗ്രസ് തകർത്തുവോ? 1962 ഇന്ത്യ രാജ്യത്ത് ഒരേ സമയത്തായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രാജ്യത്ത് ഫെഡറലിസം ഒഴിച്ചു പോയോ? 1967 ഈ രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്തായിരുന്നു. ഈ രാജ്യത്ത് ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1967 മുതൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിങ്ങളുടെ ഇംഗിതത്തിനൊത്ത് താളം കൊള്ളാത്തവരെ പിരിച്ചുവിടുകയും ആ തരത്തിലുള്ള പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളുടെ താളം തെറ്റിയത്. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തവും ശക്തവുമായി ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ഈ രാജ്യത്തുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ രാഷ്ട്രം മുഴുവൻ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുണ്ട്. കേവലം സാമ്പത്തികം മാത്രമല്ല, മനുഷ്യാധ്വാനത്തിന്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ, വോട്ടർ പട്ടിക പുതുക്കുന്ന കാര്യത്തിൽ, ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ വോട്ടർ പട്ടികയെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന് ഇത് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏതിന്റെ ഒപ്പമാണ്? എന്റെ സുഹൃത്ത് അറിയുമോ, 2019 2024 BJPയുടെ പ്രകടന പത്രിക വെച്ച് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചു, ഇതാണ് BJPയുടെ കാഴ്ചപ്പാട്, ഇത് ഞങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക. അതല്ല, ഇതൊന്നും വേണ്ടാത്ത കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തോ. പക്ഷെ കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിനെ ജനങ്ങൾ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചത്. ഞങ്ങളാണോ ഇതിന് ഉത്തരവാദികൾ? സർ, ഇനിയും നിങ്ങൾ അറിയണം, 1983 നിങ്ങൾ ഭരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയിൽ, വാർഷിക ശുപാർശയിൽ ഈ തെരഞ്ഞെടുപ്പ് സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് നടത്തണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് പാർലമെന്റ് രേഖകൾ പരിശോധിച്ചാൽ ലഭ്യമാവും. സർ, 1999 അന്ന് BJP അല്ല, ലോ കമ്മീഷന്റെ 170ാമത്തെ ശുപാർശയിൽ മെയ് 99 സമർപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ചും ഗവൺമെന്റ് സംവിധാന നേട്ടങ്ങളെ കുറിച്ചും അക്കമിട്ട് നിരത്തുന്നത് ഒരാവർത്തി എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വായിട്ടലയ്ക്കുമോ? 2015 കോൺഗ്രസിന്റെ പ്രതിനിധി ഓർമ്മ ഞാൻ ചൂണ്ടിയിരുന്നു. 2015 മോദി അധികാരത്തിൽ വന്നു. ഇതിനെക്കുറിച്ച് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി. നിങ്ങൾക്കറിയുമോ? സോറി, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ജോണിക്ക് അറിയാമോ ആരാണ് എന്ന്? കോൺഗ്രസിന്റെ നേതാവ് ഡോക്ടർ EM സുദർശനൻ നാച്ചിയപ്പൻ. ഞാൻ ആവർത്തിക്കാം, ഡോക്ടർ EM സുദർശനൻ നാച്ചിയർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ജോയിന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. 2019 സർ കേൾക്കണം, നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശരത് പവാർ, ഇന്ത്യ മുന്നണിയുടെ നേതാവ്, ഇത് നല്ല ആശയമാണെന്ന് പറഞ്ഞിട്ട് യൂണിയൻ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പ്രസാദ് ജോഷിക്ക് കത്തയച്ചത് സർ 2019 ജൂൺ മാസം 20-ാം തീയതി നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പൊ താങ്കൾ ഇപ്പൊ എത്തിയിരിക്കുന്ന എവിടെയാണ്? മോഡിയുടെ BJPയുടെ തെരഞ്ഞെടുപ്പ് നോക്കി പറഞ്ഞു 2019 തെരഞ്ഞെടുപ്പ് 23 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ മോഡി പറഞ്ഞു. മാത്രമല്ല 2023 ഒക്ടോബർ 25 ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കി. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, 47 രാഷ്ട്രീയ പാർട്ടികൾ, എക്സ്പേർട്ടുകൾ, ഗവേഷണ വിദ്യാർത്ഥികൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, രാജ്യത്ത് താല്പര്യമുള്ള ആളുകൾ, വിവിധ അഭിപ്രായങ്ങളൊക്കെ കേട്ടു സർ. 47 32 രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഇതാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. ഇനി ചില കണക്കുകൾ കൂടി ഞാൻ പറയട്ടെ സർ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,35,000 കോടി രൂപയാണത്രേ സർക്കാരിന് മാത്രം ചെലവ്. രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവ് അതിന്റെ 5-4 മടങ്ങോളം വരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1.35ന്റെ 4 ഇരട്ടിയോളം ഈ രാജ്യത്ത് ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പിന്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായിട്ട് ചെലവ്. നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിയാൽ ഒരുപക്ഷെ അതൊരു 10 ലക്ഷം കോടിക്ക് അപ്പുറത്തേക്ക് വരും. ഞാൻ എന്റെ ജോഷിയുടെ ശ്രദ്ധയിലിരുന്നത് കേരളത്തിലെ വാർഷിക എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയോ? വെറും 1,60,60,000 കോടി രൂപ. നമുക്ക് ശമ്പളം, പെൻഷൻ, വികസനം,
പലിശ, കൂടുതൽ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചെലവാക്കുന്നത് ഇങ്ങനെയാണ്. അല്ല, ശ്രീ ടി പി ജയചന്ദ്രൻ, ഞാൻ ഒന്നിടപെട്ട് ചോദിച്ചോളട്ടെ. ഇപ്പോ ഈ ദീർഘമായ സമയമെടുത്ത് വിപുലമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചിലവ്, അതാണ് ഞാൻ തുടക്കത്തിൽ താങ്കളോട് ചോദിച്ചത്. അത് ആരുടെ കുറ്റമാണ്? 1957 അതിനേക്കാളും മോശമായ അവസ്ഥയിൽ ഇത്രയും ദൈർഘ്യം എടുക്കുന്നത് ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചു. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ജമ്മു കാശ്മീർ, ഹരിയാന നിയമസഭ തെരഞ്ഞെടുപ്പിനൊപ്പം മഹാരാഷ്ട്രയും ഝാർഖണ്ഡും കൂടി നടത്താവുന്നതായിരുന്നു. അത് കഴിഞ്ഞ തവണ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പൊക്കെ ഒരുമിച്ച് നടന്നതാണ്. പക്ഷേ ഈ 4 സംസ്ഥാനങ്ങളിലും BJPയെ സംബന്ധിച്ചോളം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അതിൻ്റെ ആ രാഷ്ട്രീയ വെല്ലുവിളികളെ വേറെ വേറെ അഡ്രസ്സ് ചെയ്തു പോകണം. അതുകൊണ്ട് 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലാക്കി. അതല്ലേ അതിന്റെ രാഷ്ട്രീയ വിശദീകരണം? അപ്പൊ അവർണ പറയുന്നത് ഇതിനെ കൊണ്ട് ഇപ്പൊ നടക്കുന്നതിന് കൂടെ ദോഷമാണ്, അത് തിരുത്തണമെന്ന് തന്നെയല്ലേ നമ്മളൊക്കെ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടേതാണോ സ്വതന്ത്ര പദവിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ കേട്ടുപഠിച്ചത് മനസ്സിലാക്കിയതാണ്. ഇനി എന്തുകൊണ്ട് നീണ്ടുപോകും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഈ രാജ്യത്തുണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് തന്നെയാണെന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നില്ലേ? ഹരിയാനയിൽ രാവിലെ വോട്ടെണ്ണിയപ്പോൾ തുള്ളിക്കളിച്ച മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ രാവിലെ തുള്ളിക്കളിച്ചവരുണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ സംഗതിയൊക്കെ മാറി. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനൊന്നും വലിയ ആശങ്കയൊന്നും. ഇനി വാദത്തിനു വേണ്ടി അതാണെങ്കിൽ അത് അങ്ങനെയല്ല, നിങ്ങൾ ഒരു നിയമം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അട്ടിമറിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നടത്തുന്നു, അത് തിരിച്ചടിക്കുന്നു, വലിയ തരത്തിലുള്ള ചെലവിലേക്ക് പോകുന്നു. അപ്പോൾ ഫെഡറലിസത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നു. നേരത്തെ 1967 കാര്യമാണ് പറഞ്ഞത്. 1967 എത്ര പാർട്ടികൾ ഉണ്ടായിരുന്നു? ഈ 2024 എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? എത്ര ഇരട്ടിയാണെന്ന് താങ്കൾക്കും അറിയാമല്ലോ. ആ കണക്കിന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 21 നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് എത്ര രാഷ്ട്രീയ പാർട്ടികൾ, എത്ര നാഷണൽ പാർട്ടികൾ എന്നൊരു കണക്കിലേക്കാണ്. ആ വൈവിധ്യത്തെ കുറിച്ച് കൂടിയല്ലേ നേരത്തെ കോൺഗ്രസ് പാനലിസ്റ്റ് സംസാരിച്ചത്? അല്ല പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാക്കി കൊടുക്കേണ്ടതും അവരെ നിലനിർത്തേണ്ടതും BJPയുടെ പണിയാണ്, ഈ രാജ്യത്തിൽ ജനങ്ങളുടെ പണിയാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾ സാർ അത് സ്വീകരിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്വീകരിക്കും. ഇന്നലെ വരെ അത് കോൺഗ്രസ് ആയിരുന്നു. നമ്മളാരും ബഹളം ഉണ്ടാക്കിയില്ല ഇവിടെ വന്നിട്ട്. രാജ്യത്തെ കോൺഗ്രസിന്റെ ജനങ്ങളുടെ അഭിപ്രായം അവരെ അംഗീകരിച്ചു. ഇന്നത് BJPക്ക് ഒപ്പമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ പുറകിൽ പോകുന്നത് BJPയുടെ ചുമതലയാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2019 തെരഞ്ഞെടുപ്പ് ചെലവ് 60,000 കോടിയായി. കേൾക്കണം അമർന്ന. 2019 തെരഞ്ഞെടുപ്പ് ലോക്സഭ, ഞാൻ ഒറ്റ തെരഞ്ഞെടുപ്പിനെ അറിയാൻ പറഞ്ഞത്, അതിപ്പോ 1.35 ഏതാണ്ട് ഇരട്ടിയോളം. കേരളത്തിലെ മൊത്തം പ്രതിശീർഷ വരുമാനത്തിന്റെ ഏതാണ്ട് അധികം തുക. വീണ്ടും തീർന്നില്ല. രാജ്യത്തിന്റെ മൊത്തം വികസനത്തിന് 45 കോടിയാണ്. ഞാൻ ഒരു കാര്യം അവരോട് പറയും. പറഞ്ഞ BJP ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി കൊടുക്കുന്നത് ഈ രാജ്യത്തിലെ വികസനം നടക്കുന്നതിന് വേണ്ടിയാണ്. അത് ദുർവിനിയോഗം ചെയ്യാൻ, രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. അത് കുറെ കൂടെ വിനിയോഗിക്കപ്പെടണം. അതിന് പൊതുവായി ചർച്ച ചെയ്യണം. ആ പൊതുവായ ചർച്ചയ്ക്ക് ശേഷമാണ് BJP നിഗമനത്തിലെത്തുന്നത്. അത് നീണ്ട ഒരു പ്രോസസ്. അതായത് ഫെഡറലിസത്തെ തകർക്കൽ അങ്ങനെ ഒരു അജണ്ടയുടെ എവിടെയും വരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഇതെവിടെയും ഉന്നയിക്കപ്പെടുന്നേ ഇല്ല. ഞാൻ തിരികെ എത്താം. ശ്രീ TP ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, വളരെ സതുദ്ദേശത്തോടുകൂടിയ ഒരു നീക്കം. ഇതിൽ ഇത്രയും കോടി ചെലവ് വരുന്ന ഒരു കാര്യത്തെ തിരുത്തണമെന്ന് സർക്കാർ പറയുന്നത് വികസിത രാജ്യങ്ങളുടെ മാതൃകകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഈ കോടികൾ എങ്ങനെയാണ് രാജ്യം വീട്ടുക? എന്തുകൊണ്ട് ഒരു എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു നയമായിട്ട് ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന്, ഇടതുപക്ഷത്തിനടക്കം കഴിയുന്നില്ല എന്നുള്ള ഒരു BJPയുടെ ചോദ്യമുണ്ടല്ലോ. എല്ലാ തീരുമാനങ്ങളും, കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഫെഡറലിസത്തെ തച്ചുടയ്ക്കാനാണെന്നുള്ള ആരോപണം വെറും രാഷ്ട്രീയപരമല്ലേ എന്ന് ചോദിക്കുന്നതിനടക്കം മറുപടി. അല്ല, ഒരു നോക്കൂ, നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിൽ എത്ര അഗ്രസീവായിട്ടാണ് എന്നുവെച്ചാൽ 2019-2024 കാലയളവുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കാലയളവിൽ എത്ര ജാഗ്രതയോടുകൂടിയാണ് അവര് RSSന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം രാജ്യത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് നോക്കൂ. വളരെ പ്രകടമാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. അതാണ് യാഥാർത്ഥ്യം. പല പുസ്തകങ്ങളിൽ നിന്നും പല കണ്ടന്റുകൾ പോകുന്നു. ഇത് നമ്മൾ ഒരിടത്ത് മാത്രമായി നിന്ന് അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ഈ പറയുന്നതിനകത്ത് പല ആസ്പെക്റ്റുകളുണ്ട്. ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഫെഡറലിസത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നോക്കൂ, ഒരു ജനാധിപത്യത്തിൽ
ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണമെന്നുള്ളത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണത്. സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇലക്ഷൻ കമ്മീഷൻ പോലും പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഏറ്റവും കൺവീനിയന്റായി ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ടാണ് പല ഘട്ടങ്ങളിലും അവർ ശ്രമിച്ചിട്ടുള്ളത്. വളരെ മോശമായ വർഗീയമായ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അവിടെ ഒന്നും ഈ കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ഒരു പ്രശ്നമല്ലാതായി മാറുന്നു. അതേ സ്ഥാനത്ത് കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് പറയുന്നു. ഇനി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഗവേണൻസ് നടക്കുന്നില്ല. ഈ പറയുന്ന വാദം ഒന്ന് ആലോചിക്കുക. ആ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഏറ്റവും കൂടുതൽ ബ്രീച്ച് ചെയ്യുകയും ഏറ്റവും കൂടുതൽ വർഗീയത പറയുകയും ഏറ്റവും വർഗീയത പറഞ്ഞ് അതിനനുസരിച്ച് വോട്ട് പിടിക്കുകയും ആന്റി മുസ്ലിം ഏത് റിലീജിയൻ ആകട്ടെ അത്രയും ചെയ്തിരുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. ഒന്നത്. രണ്ട്, ജനാധിപത്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഈ കർണാടകത്തിലെ ഗവൺമെന്റിനെ ആരാണ് ആദ്യം ജയിച്ചത്, അല്ലെങ്കിൽ ആരാണ് കോയിലേഷൻ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? അവനെ ഇവര് ഡിഫീറ്റ് ചെയ്തില്ലേ? പല സംസ്ഥാനങ്ങളും ഇവർ ചാക്കിട്ട് വാങ്ങിക്കുന്ന നിങ്ങൾ കണ്ടല്ലേ? ഓരോ എം എൽ എമാരെയും പണം കൊടുത്ത് വാങ്ങിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ച ആൾക്കാർക്ക് റിസോർട്ടിലൊക്കെ ഓടിപ്പോയി ഇരിക്കേണ്ട അവസ്ഥ വരുന്നത് എങ്ങനെ? ഇത് ജനാധിപത്യത്തോട് റെസ്പെക്റ്റ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുമോ? ഇപ്പൊ ഇവരുടെ ഭാഗത്തേക്ക് വരാൻ ഇവർ എന്തൊക്കെ ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത്? ഏത് രീതിയിലാണ് ഇവർ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്? ഇ ഡി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ഘടകകക്ഷിയായി തന്നെ മാറി. ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയായിരുന്നു ഇ ഡി. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ലേ ഇവിടെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്? ഇവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ, ഈ ഇലക്ടഡ് ബോഡീസിലുള്ള അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനോടും റെസ്പെക്ട് ഉണ്ടെങ്കിൽ അവരതിനെ വഴിക്ക് വിടണ്ടേ? ഇപ്പുറത്തോട്ട് ചാക്ക് കെട്ടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ ഫ്രം ദ ബിഗിനിങ് ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയുന്ന ആസ്പെക്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറകോട്ട് പോയി ഇന്ദിരാഗാന്ധിയുടെ ക്രിറ്റിസിസം പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ ഈ 10 വർഷം കാലയളവ് എന്ന് പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ആണെന്നുള്ളതാണ്. രണ്ടും വ്യത്യാസമാണ്. അതിനകത്ത് ഇന്ദിരാഗാന്ധി ഡെമോക്രാറ്റിക് വാല്യൂസിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ആളാണെന്നുള്ള ക്രിറ്റിസിസം ഞാൻ എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ വരുന്നത് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ കുറിച്ച് രണ്ടും രണ്ടാണ്. ദർ ഇസ് എ ജനറേഷണൽ ഷിഫ്റ്റ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നെ നോക്കൂ, ഇവിടെ വരുന്ന ഒരു കാര്യം നോക്കൂ, ഇവർക്ക് എങ്ങനെ ഒരു ആൾക്കാരെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യാനുള്ള ശ്രമം ഇവർ എപ്പോഴും നടത്തുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം ജമ്മു ആൻഡ് കാശ്മീരിന് സ്റ്റേറ്റ് ഹുഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഹുഡ് എന്ന് പറഞ്ഞാൽ എപ്പോ കൊടുക്കും എന്നുള്ളത് ഇപ്പൊ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ കൊടുക്കും എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പോലും ആൻസർ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് റോങ് ഫ്രം ദ പാർട്ട് ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോടതി അത് ആൻസർ ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്ത് യഥാർത്ഥത്തിൽ അവിടുത്തെ ആൾക്കാരെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ ആയി മാറുകയാണ് അവിടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ഫലമായി ഇവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പലപ്പോഴും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് വിശ്വാസമില്ല. ഒന്നത് നോക്കൂ, ഇപ്പൊ ഇവർ പറയുന്ന കോസ്റ്റ് ഇഫക്റ്റീവ്നെസിനെ കുറിച്ചാണ് പറയുന്നത്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് നോക്കുമായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. ഇപ്പം ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞ പൊസിഷൻ എന്താ? ജയചന്ദ്ര മാസ്റ്ററിന്റെ പാർട്ടിയുടെ പോയിന്റ് വളരെ ജെന്യൂൻ ആയിട്ട് പ്ലേസ് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 52-ലെ 67-ലെ ഒക്കെ കഥ അദ്ദേഹവും പറഞ്ഞു. ശരി, അതിനു മുമ്പൊരു കാലഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ഒറ്റ ഇലക്ഷൻ മതി എന്ന് അവരെന്നാ വെക്കാഞ്ഞത്? അത് വെക്കാഞ്ഞതിന് കാര്യം ഇങ്ങനെയുള്ള അപകടം ഉള്ളത് കൊണ്ടാണ്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ശേഷം പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും താല്പര്യം അല്ലെങ്കിൽ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെയും താല്പര്യം എന്ന് പറയുന്നത് ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ്. നോക്കൂ, BJPയുടെയോ കോൺഗ്രസിന്റെയോ CPMന്റെയോ അഭിപ്രായമാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. ഇവർ എല്ലാം കൂടി ഇരുന്നാൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പോട്ടെ. ഇവിടെ വി ദ പീപ്പിൾ എന്ന് പറയുന്ന ആസ്പെക്ട് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ BJP ആസ് എ പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി, ദേ ഹാവ് എൻ അഡ്വാൻറ്റേജ് അറ്റ് ദിസ് പോയിന്റ്. എന്താണ്? അവർ രാജ്യത്തെല്ലാം ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പൊ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവ് മാറ്റാം എന്നുള്ളതാണ്. പെട്ടെന്ന് ഇപ്പൊ നാഷണലിസം, ഹൈപ്പർ നാഷണലിസം ഇങ്ങനെയുള്ള കാര്യം പറയുന്നു. ഒരു ടോൾ ലീഡറെ കൊണ്ടുവരുന്നു, ടോൾ ലീഡർ സംസാരിക്കുന്നു.
അപ്പൊ ഈ റീജിയണൽ സബ്ജക്ട്സ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ കേരളം ചർച്ച ചെയ്യുന്ന, ഇടപെടരുത്, ഞാൻ കംപ്ലീറ്റ് ചെയ്തോളൂ. റീജിയണൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ കേരളം സംസ്ഥാനത്തിന്റെ വിഷയം വരുമ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല ചർച്ചയായി മാറും. നോക്കൂ, ജനാധിപത്യത്തിനെ എങ്ങനെയാണ് നമ്മൾ വാല്യൂസിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ചോദ്യം. ജനാധിപത്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുക. കേരളത്തിന്റെ വിഷയങ്ങളായിരിക്കത്തില്ല ഡിബേറ്റ് ചെയ്യുന്നത്. നാഷണലിസം, എന്നെ രക്ഷിക്കൂ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഏൽപ്പിക്കൂ, എല്ലാ സംസ്ഥാനവും ഏൽപ്പിക്കൂ, ദേശീയത എന്ന് പറയുന്ന ആ നറേറ്റീവിലേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെയും കൊണ്ടുവരുന്നത് വഴി അവിടെയാണ് പ്ലൂറാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതാകുന്നത്. ആന്ധ്രാപ്രദേശ്, UP, ബീഹാർ, നോക്കൂ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഇൻഡിജീനിയസ് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടണ്ടേ? അതിന് മേളിൽ ഒരു നാഷണൽ നറേറ്റീവ് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്ലൂറാലിറ്റി ഇല്ലാതാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എന്റെ വായനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ പഠിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യോളജിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ സബോൾട്ടറൻ സ്റ്റഡീസ് നടത്തുന്നത് എന്തിനാണ്? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പിന്നെ എബവ് ഓൾ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യമാകാൻ പാടില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ താല്പര്യം. അത് രണ്ടാ. അത് വലിയൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് കൺവീനിയന്റ് ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല അന്നത്തെ ഇൻകംബന്റിന്റെ ജോലി. ഇപ്പോഴത്തെ ഇൻകംബന്റ് എന്ന് പറയുന്നത് BJP ആണ്. ഒരു ഘട്ടത്തിൽ അവർ പുറത്തു പോകും. ഇത് എക്കണോമിക് കാര്യങ്ങൾ മാത്രം നോക്കിയല്ല നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ എത്തിയിട്ടുള്ളത്. അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആദ്യം തന്നെ ഇന്ത്യ ഇതിലും ദരിദ്രമായി നിന്ന, ഇവിടുത്തെ ആൾക്കാർ പട്ടിണി പാവങ്ങളായി ജീവിച്ച സമയത്ത്, ഒരു കാരണവശാലും 3 നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത കാലത്താണ് പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഇന്ത്യ ഉള്ളത്. അതിൽ നിന്ന് എത്രയോ വളർന്നാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ മെച്ചപ്പെടുന്നു, എല്ലാത്തിലും മെച്ചപ്പെടുന്നു, ആസ് എ ഹോൾ നേഷൻ മെച്ചപ്പെടുന്നു. അപ്പൊ അന്ന് തന്നെ ഇത് വെച്ചാ പോരായിരുന്നോ? അന്ന് വെക്കാത്തതിന്റെ പേർപ്പസ്, ഐ എം ഡെഫിനറ്റ്ലി ഷുവർ, അത് ഈ പ്ലൂറാലിറ്റി എന്ന് പറയുന്ന ആസ്പെക്ടിനെ അപ്ഹോൾഡ് ചെയ്യാനാണ്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തിരികെ എത്താം. റോണി കെ ബേബി, ആ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അത് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത്, ആ പൊളിറ്റിക്കൽ നറേറ്റീവ് എന്ത് വിഷയമാണ് നിങ്ങൾ ഒറ്റ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽ, ദാരിദ്ര്യം, ഭക്ഷ്യസുരക്ഷ, എല്ലാം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും പോയിട്ട് നിങ്ങൾ ഒരു വലിയ ഒരു ദേശീയ വിഷയം കൊണ്ടുവരിക. അതൊരു പക്ഷേ ഈ ഒരു റീജിയണൽ വിഷയമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ മന്ദിറിന്റെ ഉദ്ഘാടനമാകാം, അത് ഉയർത്തുന്ന സെൻസിറ്റീവായിട്ടുള്ള ആഹ്വാനങ്ങളാകാം. ഇത്തരം കാര്യങ്ങളിൽ നിൽക്കട്ടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ട് ഉണ്ടാകുന്ന പരിപൂർണമായിട്ടുള്ള ഒരു അവഗണന അത് എത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കും? അല്ല, ആ ഒരു ആംഗിൾ തന്നെയാണ് ഞാൻ ആദ്യമേ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ സുഹൃത്ത് പറഞ്ഞത്, ഞാൻ അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ടാണ് 67 വരെ ഇവിടെ ഒറ്റ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ? കാരണം 67 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, 1-2 സംസ്ഥാനങ്ങളിൽ ഒഴികെ കോൺഗ്രസിന്റെ വലിയൊരു ആധിപത്യമായിരുന്നു. അന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു അജണ്ടയായിരുന്നു. കാരണം പ്രതിപക്ഷം പോലും ഈ രാജ്യത്തില്ലായിരുന്നു. അതായിരുന്നു ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നുപോയി. പക്ഷെ 67-ലാണ് ആദ്യമായി, കാരണം നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രാദേശിക പാർട്ടികൾ, ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നണി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രാദേശിക പാർട്ടികൾ മുന്നോട്ട് വരുന്നത്. അവിടെ തൊട്ടാണ് ഇതിന്റെ പാറ്റേൺ മാറുന്നത്. ഒരു പാറ്റേൺ മാറിയത് ഒറ്റ കാര്യമുള്ളൂ. കാരണം ദേശീയ തലത്തിലെ ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല ഒരിക്കലും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളോ, അല്ലെ നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന സാധാരണഗതിയിലുള്ള പഞ്ചായത്തിൽ പോലും ഇപ്പൊ ഇവര് പറയുന്നത് എന്താ, ആദ്യത്തെ ഘട്ടത്തില് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും 100 ദിവസത്തിനകം ഇവിടുത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ്. ഇവിടെ ബഹുമാനോട് BJPയുടെ സുഹൃത്ത് പറഞ്ഞല്ലോ ഒരുപാട് ചെലവിന്റെ കാര്യം. അദ്ദേഹത്തിന് ഒറ്റ കാര്യം അത് ചോദിക്കട്ടെ, ഇപ്പോൾ ഇന്ത്യയിലുള്ള ത്രിതല പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 30 ലക്ഷമാണ് ഇന്ത്യയിലുള്ള ത്രിതല പഞ്ചായത്തുകൾ. 30 ലക്ഷം ത്രിതല പഞ്ചായത്തുകളിലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ പറഞ്ഞ 1.5 ലക്ഷം കോടിയല്ല, അതിന് 10 ഇരട്ടി വരും. ഈ EVM തന്നെ എത്ര വേണ്ടി വരും? 10-15 കോടി EVMകൾ തന്നെ വേണ്ടി വരും. അപ്പൊ അതോടെ തന്നെ ഇവർ പറയുന്ന കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ നിലനിൽക്കുന്നതല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്തെ വെറും 14% ജനങ്ങൾക്ക് സാക്ഷരത ഉണ്ടായിരുന്ന 1952-ൽ 6 മാസം എടുത്താണ് ഇന്ത്യയിൽ 1-ാം പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതേ സാഹചര്യം തന്നെയാണല്ലോ 2024 വന്നപ്പോഴും. അവരുടെ ചോദിച്ച ചോദ്യം ഈ പ്രാവശ്യം പോലും 3 ഘട്ടമായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 4 സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തവരാണ് ഇവിടെ പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഇതിന്റെ ലക്ഷ്യം അത്രേ ഉള്ളൂ അപർണ. ഇത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1967 ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 25 കോടി. വോട്ട് ചെയ്തവരുടെ എണ്ണം വെറും 12-13 കോടി. 2024 എത്തിയപ്പോൾ വോട്ടർ പട്ടിക എത്രയാണെന്നറിയോ? 100 കോടിയാണ് ഇന്ന് ഇവിടുത്തെ ഇന്ത്യയിലുള്ള വോട്ടർമാരുടെ എണ്ണം.
ഈ 100 കോടി ആളുകളെ വെച്ചുകൊണ്ട് ഒറ്റഘട്ടമായിട്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തും? ഇവിടുത്തെ ഇതൊന്നുമല്ല. ഇവിടെ കറൻസി നിരോധനം വന്നതുപോലെ, നോട്ട് പിൻവലിക്കൽ വന്നതുപോലെ ഉള്ള ഒരു തുഗ്ലക്കൻ സമീപനം ഇതിനകത്ത് മറ്റൊന്നുള്ളതേ. ഇവർക്ക് ഈ രാജ്യം നന്നാകണമെന്നോ ഈ രാജ്യത്തെ ജനങ്ങൾ നന്നാകണമെന്നോ ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് കണ്ടതല്ലേ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ രാജ്യത്തെ ചർച്ച ചെയ്ത് എന്താ? ഈ പച്ചമർഗം ഈ ജനങ്ങൾ ഇവര് വലിയ വല്ലാണ്ട് ജനങ്ങളുടെ നന്മയെ കുറിച്ച് പറയുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ ഓടി നടന്ന് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു സ്ത്രീകളുടെ എല്ലാം കഴുത്തിലെ മാല വരെ പൊട്ടിച്ചു കൊണ്ടുപോയി, താലിമാല വരെ പൊട്ടിച്ചു കൊണ്ടുപോയി വേറെ ആൾക്കാർക്ക് കൊടുക്കും. ഇതാ ഇവിടെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതേലും ഇവർ ചെയ്ത ഒരു നല്ല കാര്യത്തെ മുന്നിൽ നിർത്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു സേവനത്തെ കുറിച്ച് ഇവർക്ക് ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനില്ല. അമിത്ഷാ പോലും ഈ പറയുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വരെ വന്ന്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വരെ വന്ന് പറഞ്ഞത് എന്താ? ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണം, നമ്മൾ ഭിന്നിച്ചു നിന്നാൽ. അതാണ് ഇവർക്ക് പറയാനുള്ള മറ്റൊന്നുമില്ല. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇവർക്ക് പറയാനുള്ളത് ഈ പച്ച വർഗീയത അല്ലാതെ മറ്റൊന്നുമില്ല. ഏത് ഘട്ടം തെരഞ്ഞെടുപ്പ് വന്നാലും നിങ്ങൾ ജനങ്ങളുടെ വിഷയം ഈ രാജ്യത്തെ പറഞ്ഞു രാജ്യം സാമ്പത്തികമായി കുതിക്കുന്നു. എന്താ ഈ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും GDP ഗ്രോത്ത് താഴോട്ട് പോവാ. ഇന്ത്യ സാമ്പത്തികമായി കുതിക്കുകയല്ല, സാമ്പത്തികമായി കിതച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണെന്ന് കിട്ടോണ്ടോ? ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൊടുക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. കുറച്ച് കോർപ്പറേറ്റുകൾക്ക് മാത്രം സാമ്പത്തികമായി എല്ലാം തീർന്നെഴുതി കൊടുത്തുകൊണ്ട് ഈ രാജ്യം വീണ്ടും വീണ്ടും ദരിദ്ര രാജ്യമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴെന്താ ആ ജനകീയ വിഷയം ഒന്നും ചർച്ച ചെയ്യരുത്. കഴിഞ്ഞ ഗുജറാത്ത് ഈ പറയുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു വഖഫ് നിയമം പറഞ്ഞു പാർലമെന്റ് ഞങ്ങൾ നടപ്പാക്കും, ഈ ശീതകാല സമ്മേളനത്തിൽ നടപ്പാക്കും. എന്താ നിങ്ങൾ നടപ്പാക്കാത്തത്? അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ എത്ര നാളായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച്? കാരണം നിങ്ങൾക്ക് ഇതിനറിയാം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയില്ല എന്നറിയാം. പക്ഷെ എന്താ ഇങ്ങനെയുള്ള വൈകാരിക വിഷയങ്ങൾ ചർച്ചയിലൂടെ കൊണ്ടുവന്ന് ഇതൊക്കെ ഒരു പൊള്ളയായ ചർച്ച മാത്രമേ ഉള്ളൂ. ഈ പാർലമെന്റ് തീർച്ചയായിട്ടും റോണിക്ക് ബേബി. ശ്രീ TP ജയചന്ദ്രൻ, അതാണ് വിഷയം. ഈ മാസങ്ങളുടെ ഇടവേളയിലൊക്കെ നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ് നേരത്തെ ശ്രീ റോണിക്ക് ബേബി പറഞ്ഞതുപോലെ ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുന്നില്ല എന്ന് വരുമ്പോൾ അത്യന്തം വൈകാരികപരമായിട്ടുള്ള ഒരു തീരുമാനമോ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ആഹ്വാനം നടത്തുക, പൂർണ്ണമായിട്ടുള്ള ഈ ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്ത് അതിലേക്ക് പോകുക, ആ തരത്തിൽ ഒരൊറ്റ പൊളിറ്റിക്കൽ നറേറ്റീവിൽ ഒതുക്കിയിടില്ലേ ഇങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ? അതോ അതാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണോ? അപർണ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ വിഷയങ്ങൾ മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യാറും തെരഞ്ഞെടുപ്പ് ചർച്ചയാവാറും? നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ വിഷയങ്ങൾ മാത്രമാണോ ചർച്ച ചെയ്യാറ്? പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക വിഷയങ്ങൾ മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യാറ്? ഇതെല്ലാം എല്ലാ തെരഞ്ഞെടുപ്പും ചർച്ചയാവാറുണ്ട്. നിങ്ങളുടെ വിഷയം ഇപ്പൊ എന്താ? ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഭരണം പോയ ഇനി ഒരിക്കലും കിട്ടുമോ എന്ന് സാധ്യതയില്ലാത്ത ആളുകളുടെ ഭരണരോധനമാണ്. ഞാൻ അതുകൊണ്ട് ചിലർക്കൊന്നും മറുപടി പറയാത്തത്. പറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി നാശത്തിന്റെ പടുകുടി എത്തിച്ചപ്പോൾ ഇപ്പോൾ അവർക്ക് പലതും ഇന്നലെ വരെ പറഞ്ഞ വാദഗതികൾ പോലും അവർ വിഴുങ്ങേണ്ടി വരികയാണ്. അവരുടെ BJP സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമേ ഉള്ളൂ. ഞങ്ങൾ ഒരു കാര്യം പറയാം, പ്രളയം വരെ ഈ കൽപ്പാന്ത കാലത്തോളം ഇന്ത്യ രാജ്യത്ത് BJP ആയിരിക്കുമെന്ന വിശ്വാസത്തിലൊന്നും അല്ല BJP ഭരിക്കുന്നത്. BJP ഭരിക്കുന്ന കാലഘട്ടത്തിലോളം ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ ചെയ്യണം. ചില കണക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് അപർണ എന്നോട് തിരിച്ചു പോയിട്ടത് തെരഞ്ഞെടുപ്പിന്റെ ദൈർഘ്യത്തെ കുറിച്ചാണ്. അപർണ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് 2 വർഷമാണ്. UP-യിലെയും ബീഹാറിലെയും ജനസംഖ്യ മാത്രമാണ് അവിടെ ഉള്ളത്. ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് 90 ദിവസമാണ്. കേരളത്തിന്റെ ഒരുപക്ഷെ എത്ര കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിൽ വലിയ സംഖ്യ ഒന്നുമില്ല. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എവിടെയാണ്? ഈ രാജ്യത്ത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെന്റിന്റെ വെൽബീയിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ എന്ന് പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ അനുഭവമില്ലേ? രാജ്യത്തെ ഞാൻ ചോദിക്കട്ടെ, ഓരോ തെരഞ്ഞെടുപ്പ് അത് ലോക്സഭയായാലും ഗ്രാമപഞ്ചായത്തായാലും നിയമസഭയായാലും 2 ദിവസം അവധിയാണ്. സർക്കാർ സംവിധാനങ്ങൾ തകരുന്നു. നോക്കൂ, കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് 12,03,800 പോളിംഗ് സ്റ്റേഷനിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 6 ജീവനക്കാരെ വെച്ച് കണക്കൂട്ടിയാൽ 70 ജീവനക്കാരുടെ സേവനമാണ് 2 ദിവസം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിന്റെ പുറകിലുണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ ഡിസ്പ്ലേസ്മെന്റ്, അതിന് വേണ്ടി വരുന്ന തുക, ഇതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമാകാം. പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരം കിട്ടി കടിച്ചു തൂങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിഷമമാവില്ല.
പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഓരോ തെരഞ്ഞെടുപ്പുകളും 5 ലക്ഷം കോടി രൂപയുടെ പൊതുഖജനാവിൽ ഉണ്ടാക്കുന്ന നഷ്ടം അത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണമാണ്. അതിനൊരു അല്പം കുറവ് വരുത്താൻ സാധിച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾ സഹകരിച്ചാൽ ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാക്കും. ഇനി ഒരു തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നപ്പോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച ചരിത്രമില്ലേ? ഇന്ത്യ രാജ്യത്തെ ആ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായിട്ട് മറ്റു കക്ഷികൾ വന്ന ചരിത്രമില്ലേ? ഇതൊക്കെ വാദത്തിന് വേണ്ടിയുള്ള മുലയൊടിഞ്ഞ വാദങ്ങളാണ്. മറിച്ച് വേറെയും ചില പഠനങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലായാലും മറ്റു പ്രദേശങ്ങളിലായാലും നോക്കൂ, 2023 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടായി രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ. 99 കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശിൽ 11.5% വോട്ടർ ടേൺ ഔട്ട് വർദ്ധിച്ചത്. 1977 കേരളത്തിൽ 20% വർധനവും നോർത്ത് ഈസ്റ്റ് 21% ഉണ്ടായി. ജനാധിപത്യത്തെ കുറിച്ച് വാദപോരാതെ സംസാരിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ടേൺ ഓവറിനെ കുറിച്ച് പറയുമ്പോൾ ഇവരെയൊക്കെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സേവന പ്രവർത്തനം ഊന്നൽ കൊടുക്കാനുമുള്ള ശ്രദ്ധ കൊടുക്കട്ടെ. ഇതല്ലേ കോൺഗ്രസിന്റെ പ്രതിനിധി നിങ്ങളുടെ ജോയിന്റ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞത്? ഇതല്ലേ ഇന്ത്യ മുന്നണിയുടെ ശരത് പവാർ പറഞ്ഞത്? അപ്പൊ ഇവരുടെ പുറകിൽ ഇതൊന്നുമല്ല. ഇന്നലെ പറഞ്ഞത് അവരിന്ന് വിഴുങ്ങുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും പിടിപാടില്ലാത്തവർക്ക്, ജനങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയില്ലാത്തവർക്ക്, എന്തെങ്കിലും തരത്തിൽ കുളം കരക്കിട്ട് മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്ത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുമ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടണം. അതുകൊണ്ടല്ലേ ഇനി അവർന്ന് പറഞ്ഞു ഹരിയാനയിൽ മറ്റേ ഉണ്ടായ ചിത്രം എന്താ? ജനങ്ങൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവിടെ ഇവരും പറയുന്നൊന്നും അല്ലല്ലോ, വികസനം തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലൊക്കെ. വികസനം എന്ന് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. അത് നടപ്പിലാക്കാൻ നിങ്ങൾ വിഷമമുണ്ടോ? പിന്നെ ഒരാൾ പ്ലൂരാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ചെങ്കോട്ടയിൽ ചെങ്കൊടി പിടിക്കാൻ പോയവൻ, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യനെ സ്വാധീനിക്കാൻ എത്താൻ പോയവൻ ഇന്നൊരു ഓട്ടോറിക്ഷയിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, കേരളം മാത്രമായി ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആവാതിരിക്കട്ടെ നിങ്ങൾ നാളെ ദേശീയ പാർട്ടി പദവി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, സർ ജനങ്ങൾക്കൊപ്പം നിൽക്കൂ. ജനങ്ങളുടെ നികുതി പണം ജനങ്ങൾക്കുള്ള സേവന പണത്തിൽ നിങ്ങളെങ്കിലും വിനിയോഗിക്കൂ. ഇവിടുത്തെ ഇഡിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കോടതിയിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികൾ, സഖാക്കളെ തന്നെ പറയുന്ന CBI അന്വേഷണത്തെ കുറിച്ചുള്ള ആവശ്യപ്പെടൽ, ഇവിടെ മറ്റു കാര്യങ്ങൾ അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അതൊന്നും ഒരുപക്ഷെ മറുപടി പോലും അർഹിക്കാത്ത നിരാശയിൽ പോലത്തെ കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ രാജ്യത്ത് എല്ലാ കാലങ്ങളും ഒരേ തെരഞ്ഞെടുപ്പോടെ വിശ്വാസമാക്കില്ല. നോക്കൂ, 1950 അതല്ലാതെ ശരി ശ്രീ TP ജയചന്ദ്രൻ, അതല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല ഇന്ത്യ സഖ്യത്തെ തകർക്കുക. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും, ഇതിനകത്തെ പല രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന തലത്തിലുള്ള ധാരണയല്ല ദേശീയ തലത്തിൽ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിള്ളലുണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശമൊന്നും നിങ്ങൾക്കില്ല ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വരുമ്പോൾ, അല്ലെ? എല്ലാം സദുദ്ദേശം മാത്രമേ ഉള്ളൂ. അത് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കലും വികസനം ഉയർത്തിപ്പിടിക്കലും രാജ്യത്തിന്റെ ചെലവ് കുറയ്ക്കലും മാത്രമാണ്, അല്ലേ? അപർണ, ഞങ്ങൾ എന്തിനു തകർക്കണം? ആ പണി രാഹുൽ ഗാന്ധി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പണി രാഹുൽ ഗാന്ധി എടുക്കും. ഇവിടെ പിണറായി വിജയൻ ആ പണി ഇവിടെ എടുക്കും. ഞങ്ങൾ എന്തിനാ പണിയെടുക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനെ നിർത്താൻ ശ്രമിക്കുന്നു. അസംഭാവ്യം എന്ന് തോന്നിയ തെരഞ്ഞെടുപ്പുകൾ ഒരു കാര്യം കൂടി ജനങ്ങൾക്ക് ബോധ്യമുണ്ടാവുന്ന, BJP ചെയ്യാൻ പറ്റിയതേ പറയൂ. പറഞ്ഞാൽ പറഞ്ഞ കാര്യം BJP ചെയ്തിരിക്കും. ഇവരെ പാതിരി വാഗ്ദാന ലംഘനമല്ല. 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചവർക്ക് ആ ഒരു വാക്ക് ഇത് എങ്ങനെ നടപ്പാകും? ലോക്സഭയിൽ, രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലടക്കം ഇത് ഏത് തരത്തിലാണ് ബലാബലത്തിൽ ഇത് നടപ്പാകും എന്ന് ഇന്ത്യയെ കരുതുന്നത്? അത് അത്ര എളുപ്പമാണോ? നടപ്പാക്കുന്നതേ പറയുന്നുള്ളൂവെങ്കിൽ തീർച്ചയായും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. 2021 ഒക്ടോബർ മാസം 25-ാം തീയതി ഹൈക്കോടതി കമ്മിറ്റി രാംനാഥ് കോവിന്ദ് അതിനെക്കുറിച്ചുള്ള വ്യക്തവും ശക്തവുമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 322 പേജിൽ എക്സ്പെർട്ടുകൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരൊക്കെ വെച്ച് സംസാരിച്ചു. അതിന് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലഭ്യമായ വിവരങ്ങൾ വെച്ച് 5ഓളം വിഭാഗങ്ങളിലായിട്ട് വളരെ കൃത്യമായ പാർലമെന്റ് ചർച്ചയുടെ വിഭവങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് 2 സ്റ്റെപ്പ് അപ്രോച്ചാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന പ്രസിഡന്റ് വേണം. കാലാവധി നെക്സ്റ്റ് ഇലക്ഷനോ നിശ്ചയിക്കപ്പെടുന്ന സമയവുമായി തീരുമാനിക്കണം. ഭരണഘടനാപര പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട്. ആർട്ടിക്കിൾ 324A, 325 ഫോട്ടോ വെച്ച് ID കാർഡുകളുടെ ക്രമീകരണങ്ങൾ, ഈ വോട്ടർ തെരഞ്ഞെടുപ്പ് പട്ടികയുടെ തയ്യാറാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾക്ക് ആവശ്യമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ ഏതോ ഒരു ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞ മാതിരിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നടപ്പിലാക്കുന്ന നടപടികൾ, അവിശ്വാസ പ്രമേയം വന്നാൽ, അന്ന് പാർലമെന്റ് വന്നാൽ, ഇതൊക്കെ ഒരു കരട് തയ്യാറാക്കിയിരിക്കുന്നു. ഇനി അതിനെ സമ്പുഷ്ടീകരിക്കേണ്ടത്
അതിനെ ശക്തിപ്പെടുത്തേണ്ടത്, ആവശ്യമായ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത്, വ്യതിയാനിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ വരുത്തേണ്ടത് പാർലമെന്റാണ്. പക്ഷെ ചോദ്യം, ആ പാർലമെന്റിനകത്ത് ഉത്തരവാദിത്വം നിറവേറ്റുമോ? ഇന്നലെ പറഞ്ഞെടുത്തത് മാറ്റി അതിനുള്ള പിന്തുണ കിട്ടുമോ? ഞാൻ ആ കണക്കിലെ കളിയാണ്. ഇതിനുള്ള പിന്തുണ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അത് ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ആ പിന്തുണ കിട്ടുമോ? സംസ്ഥാനത്തെ അസംബ്ലികളെ വരുമ്പോൾ ആ പിന്തുണ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ബുദ്ധിമുട്ടാണ്, അത് പ്രായോഗികമായി നടപ്പാകാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് കണക്കിലെ നമ്പറുകൾ കൊണ്ട് ഇന്ത്യയെ മനസ്സിലാക്കാത്തതാണോ? ഞാൻ പറഞ്ഞോട് കൃത്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വനിതാ ബില്ല് പാസ്സാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? നമ്മൾ എന്താ ചർച്ച ചെയ്തത്? കാശ്മീരിന് 370 നീക്കാനുള്ള പിന്തുണ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? CAA നടപ്പിലാക്കാനുള്ള പിന്തുണ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അപ്പൊ ഈ രാജ്യത്ത് ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നന്മയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, 40 രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറഞ്ഞതിൽ 32 പേര് അംഗീകരിക്കുന്നു. ആ ആത്മവിശ്വാസം അംഗീകരിക്കുന്നു. ആത്മവിശ്വാസം ഞാൻ തള്ളിക്കളയുന്നില്ല. അഡ്വക്കേറ്റ് ലാൽകുമാർ, IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരുമ്പോൾ തിരിച്ച് വോട്ടിനിടേണ്ട പ്രതിപക്ഷ നിരയിലെ 144 MP സസ്പെൻഷൻ കാരണം പുറത്തായിരുന്നു. അതേ സർക്കാർ, സ്പീക്കർ കസേരയിലുള്ളത് അതേ ഓം ബിർള. ഈ ചെറിയ അല്ലെങ്കിൽ ഈ പിന്തുണക്കുറവ് ഒരു ബില്ല് പാസ്സാക്കുന്നതിന് തടസ്സമാകില്ല, പറയുന്നതേ നടപ്പാകുന്നതേ പറയൂ എന്ന് പറയുന്ന BJPയുടെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് അംഗീകരിക്കണ്ടേ? അല്ല, അവര് പറയുന്നത് നടപ്പാക്കൂ എന്ന് പറയുന്ന ആ വാദത്തോട് ജയചന്ദ്രൻ മാഷ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. കാര്യം അവര് ബാബറി മസ്ജിദ് പൊളിക്കുമെന്ന് പറഞ്ഞു, പൊളിച്ചു. രാമക്ഷേത്രം അവിടെ പണിയെന്ന് പറഞ്ഞു, പണിഞ്ഞു. അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ അവരെ ആ കാര്യത്തിലൊന്നും പറഞ്ഞു തോപ്പിക്കാനോ അല്ലെങ്കിൽ ആ പറഞ്ഞ ഇവർ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ചെയ്തു തോപ്പിക്കാനോ കഴിയില്ല. കാര്യം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിൽ വലിയ ഫസ്റ്റ് ക്ലാസ് നേടിയ ആൾക്കാരാണ് ഇവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് സത്യം. അഴിമതിയുടെ കാര്യം ഇപ്പം ഒറ്റയടിക്ക് അഴിമതിരഹിതമായ രാഷ്ട്രീയം, അഴിമതിരഹിതമായ ഭരണം എന്നൊക്കെ പറയുന്നത്, ഇത് മാറി വേറൊരു ഭരണം വന്നാൽ മാത്രമേ ഇതിനകത്തെ അഴിമതിയുടെ പൂർണ്ണ രൂപം അറിയൂ. അംബാനി അദാനിയും കൂട്ടരും എല്ലാം കൂടെ ചേർന്നിരുന്ന് ഭരിക്കുന്ന ഒരു സംവിധാനമായി ഇത് പലപ്പോഴും മാറിയിട്ടുണ്ട്. ഇപ്പം ജയചന്ദ്രൻ മാഷ് പറഞ്ഞ ഒരു കാര്യം എന്താണ്, സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ടാണ് ശ്രമം നടക്കുന്നത് എന്നുള്ളൊരു വാദം കേൾക്കുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. പക്ഷെ വയനാട്ടിലേക്ക് 10 പൈസ കൊടുത്തിട്ടില്ല എന്ന് നമുക്കറിയണം. അതും നമ്മുടെ ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കാര്യം വേണമെങ്കിൽ പറയാം, അത് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു, ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ആസ് എ സെൻട്രൽ ഗവൺമെന്റ് എല്ലാം സാധനം ഓവർ റൂൾ ചെയ്ത് നിങ്ങൾക്ക് കൊടുത്തുകൂടെ? ജനങ്ങളുടെ ക്ഷേമമാണെങ്കിൽ എത്ര നേരം വേണം അത് കൊടുക്കാൻ? അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ല. അതിന് മുമ്പ് പെട്ടിമുടിയിൽ നടന്ന ദുരന്തത്തിനകത്ത് 10 പൈസ പോലും കൊടുത്തിട്ടില്ല. അല്ല, ഞാനത് ഈ 2 ഡിബേറ്റും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ജനങ്ങളുടെ കണ്ണീര് കാണുമ്പോ അപ്പൊ ഓടി വന്ന് ഒപ്പുന്ന ആൾക്കാര് ആ ഒപ്പിയ കഥ ഒരെണ്ണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, വേറൊരാൾ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. ലെറ്റ് മീ ടോക്ക്. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, വിരോധമൊന്നുമില്ല. എനിക്ക് എന്റെ പോയിന്റ് പറയാനുള്ളത്, ഇത് ഇവരുടെ ലക്ഷ്യം പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അല്ലാതെ കണ്ണീരൊപ്പുകയും ഈ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സോ ഒന്നും അല്ല. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഒന്നും ഈ പറയുന്ന രീതിയിൽ ഒരു ചർച്ചാ വിഷയമേ അല്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം കോടി ലാഭം, ഈ നമ്പേഴ്സിലല്ല നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, ഐ വിൽ ഗിവ് യു എ വെരി ഗുഡ് എക്സാമ്പിൾ. BJP ആദ്യം ജയചന്ദ്രൻ മാഷ് പറഞ്ഞ കാര്യം എന്താ? BJP കൊണ്ടിരുന്നുകൊണ്ടാണ് സമ്മതിക്കാത്തത്. BJP കൊണ്ടിരുന്നുകൊണ്ടാണ് സമ്മതിക്കാത്തതെന്നുള്ളത് ഒരു കാര്യമാണ്. ഞാൻ ഉറപ്പായിട്ടും BJP കൊണ്ടിരുന്നുകൊണ്ടാണ് ഒരു കാര്യത്തിൽ അംഗീകരിക്കാത്തത്. കാരണം എന്താ? നിങ്ങളുടെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. കൊണ്ടുവരുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമല്ലേ? നോക്കൂ, ഇവിടെ പറഞ്ഞു ഒരേ സമയത്ത് പല തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലേ? എപ്പോഴായിരുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരു നാഷണലിസം പറഞ്ഞ് വർഗീയത പറഞ്ഞ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്? പച്ച വർഗീയത പറഞ്ഞ് പ്രധാനമന്ത്രി അടങ്ങുന്ന ആൾക്കാർ നേരിട്ടിറങ്ങി പച്ച വർഗീയത പറഞ്ഞ് എന്നാണ് ഈ രാജ്യത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ, ഹിന്ദുക്കളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്? ഒന്നിച്ച് നടന്നപ്പോ പോലും. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് നടക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലുപരി ഒന്നിച്ച് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതാണല്ലോ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവ്. ഇപ്പൊ നോക്കൂ, ഒരുമിച്ച് നടത്തുന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരുമിച്ച് നടത്തുന്നത് ഒരു മാൻഡേറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആയി മാറേണ്ടത് എന്തിനാ? അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ആകണം, ഇങ്ങനെ നടത്താവൂ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരുന്നത് എന്തിനാ? അപ്പൊ അവിടെ ഒരു നിഗൂഢമായ ലക്ഷ്യം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞ് ഒരു ഫ്ലോറിൽ ഒരു എക്സാമ്പിൾ, ലെറ്റ് us take an example.
3 വർഷം കഴിയുമ്പോൾ ഒരിടത്ത് കോൺഫിഡൻസ് മോഷൻ, നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് വരുന്നു, അല്ലെങ്കിൽ സർക്കാർ ഭൂരിപക്ഷമില്ലാതായി മാറുന്നു. ബാക്കിയുള്ള 2 വർഷത്തേക്ക് വീണ്ടും ഇലക്ഷൻ നടത്തണ്ടേ? ബാക്കിയുള്ള 2 വർഷത്തേക്ക് ഇവർ ഒരുമിച്ച് ഇലക്ഷൻ നടത്തണമെങ്കിൽ ബാക്കിയുള്ള 2 വർഷത്തേക്ക് വീണ്ടും അവിടെ ഇലക്ഷൻ നടത്തണം. ദാറ്റ് മീൻസ് എന്താണ്? അത് കോസ്റ്റ് അല്ലേ? ആ കോസ്റ്റ് എവിടെ അക്കൗണ്ട് ചെയ്തു? അപ്പൊ അങ്ങനെയുള്ള പല ആസ്പെക്ടുകൾ ഇതൊന്നും അതിനൊരു മറുപടി ഉണ്ടോ ശ്രീ ടി.പി. ജയചന്ദ്രൻ? പറയട്ടെ പ്ലീസ്. അല്ല, അതിനൊറ്റ മറുപടി, ആ കോസ്റ്റിന്റെ ഒരു ഒറ്റ മറുപടി ശ്രീ ടി.പി. ജയചന്ദ്രൻ ചുരുക്കം വാക്കിൽ. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ അത് ചോദിച്ചതായിരുന്നു, അതുകൊണ്ടാണ്. ഒറ്റ മറുപടിയായിട്ട് പറയാൻ പറ്റില്ല. അയാൾ വന്ന 2-3 കാര്യങ്ങളോട് ഒപ്പം പറയും. ബാബരി പള്ളിയുടെ കാര്യം പറഞ്ഞു. സർ, കോഴിക്കോട്ട് വന്ന് നിങ്ങളുടെ നേതാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രസംഗിച്ചത് മാധവൻ റിപ്പോർട്ട് ചെയ്തു. പള്ളി ഇന്നേ വരെ നിഷേധിച്ചില്ല. ദേശാഭിമാനം നിഷേധിച്ചു. 1. രണ്ടാമത്തെ കാര്യം, അദാനി സർ വിഴിഞ്ഞം പോർട്ട് ആരുടെ കയ്യിലാ? അത് നമുക്ക് പറ്റുമോ? രണ്ടാമത് വയനാട് കോടതിയിൽ പോയിട്ട് വയർ നിറച്ച് കിട്ടിയില്ലേ? കൃത്യമായിട്ട് കിട്ടിയില്ലേ? അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യം അപർണ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വസ്തുതയുണ്ടെന്നതുകൊണ്ടാണ് മറ്റുള്ള മറുപടി ഞാൻ വിട്ടുകളയുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞു ഏതാണ്ട് 5ഓളം വിഭാഗങ്ങളിലായിട്ട് രാംനാഥ് കോവിന്ദ് റിപ്പോർട്ടിൽ പഠിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുക്കേണ്ട നടപടികൾ എന്തൊക്കെ? ഫോർ എക്സാമ്പിൾ, ഹങ് പാർലമെന്റ് അവിശ്വാസ പ്രമേയം മൂലം പുറത്താക്കപ്പെട്ടുള്ള അവസ്ഥ ഇത് ഈ രാജ്യത്ത് പരിഹരിക്കണ്ടേ? ഇത് വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യമാണോ? അല്ല, കേരളത്തിൽ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ മിസ്റ്റർ. അത് കാലാകാലം 5 കൊല്ലത്തേക്കാ. ഇത് ഇങ്ങനെ വേണ്ടി വരുന്ന പശ്ചാത്തലം എന്താ? അതൊക്കെ പരിഹരിക്കാനുള്ളതാണ് സാർ പാർലമെന്റ് കണ്ടെത്തേണ്ടത്. ഇത് പകരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ യാതൊരു വിലയുമില്ലാതെ അവര് അധികാരത്തിലൊന്നും നിങ്ങൾ തുടരണ്ടെന്ന് പറഞ്ഞവർക്കിടെ എന്താ പറയാ ജലരേഖയായി വനരോധനമായിട്ട് അവശേഷിക്കുമെന്ന് ഈ നിയമം കൊണ്ടുവരാം. അവർ നമുക്ക് മനസ്സിലാവും. അപർണ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പോയതാണ്. എന്നിട്ട് പിന്നെ അതിനകത്ത് വേറെ ഒരുപാട് സ്ട്രെച്ചിലേക്ക് പോയി. അപ്പം എനിക്ക് ഇടപെടാതിരിക്കുക. അദ്ദേഹം പറഞ്ഞെന്താ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്? ഒരു പഞ്ചായത്തിന്റെ ഒരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നവരാണോ ഒരു അധികാരം പോയി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? എന്തൊരു കമ്പാരിസൺ ആണത്? മഹാരാഷ്ട്രയില് ഈ പറഞ്ഞ സർക്കാരിന്റെ ഭൂരിപക്ഷം പോയി, അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കണം. മഹാരാഷ്ട്രയിലെ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെയാണ് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇങ്ങനെ കമ്പയർ ചെയ്യാനാണെങ്കിൽ പിന്നെ ഒരിടത്തും എത്താനില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് EMS നമ്പൂതിരിപ്പാടിന്റെ വിഷയത്തിൽ 1000 വട്ടം എക്സ്പ്ലനേഷൻ പറഞ്ഞാണ്. ഐ ആം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അതിന്റെ ആവശ്യം ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ലാലിനോട് നേരിട്ട് ചോദിക്കാൻ, അതായത് ഇതൊക്കെ പറയുന്നു ഫെഡറലിസം, ജനാധിപത്യ ധ്വംസനം ഒക്കെ പറയുന്ന ഒരു വിഷയത്തിനകത്ത് പൊളിറ്റിക്കൽ ഒരു വിഷയം, അത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വിവിധ ധാരണകളിൽ നിൽക്കുന്ന പാർട്ടികൾ, പാളയത്തിൽ പട നടക്കുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അടാറ് തോൽവിയായിരിക്കും ഉണ്ടാവുക. അത് ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പേടിക്കുന്നുണ്ടാവില്ല. അത് BJPയുടെ കുറ്റമല്ല. ഇന്ത്യ സഖ്യം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ വരുന്നത്? അപർണ, യു ആർ മിക്സിംഗ് ആപ്പിൾ ആൻഡ് ഓറഞ്ചസ്. ഇന്ത്യ സഖ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ഒരു വിഷയം? ഇന്ത്യ സഖ്യം ഇല്ല എന്നിരിക്കട്ടെ, ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന പോയിന്റ് വാലിഡ് അല്ലേ? ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നതല്ലേ? ഭരണഘടന എന്ന് വന്നതാണ്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് ദ കൺട്രി. അങ്ങനെ ഒരു വിഷയം വരുന്നതിനകത്ത് ഇന്ത്യ സഖ്യം എന്താ? ഇന്ത്യ സഖ്യം ഉണ്ടേലും ഇല്ലേലും, CPM ഉണ്ടേലും ഇല്ലേലും, ഇപ്പൊ പറഞ്ഞല്ലോ ഓട്ടോയെ പോകാനുള്ളതാന്ന് പറഞ്ഞല്ലോ. CPM ഇല്ല, ഓട്ടോയെ പോകാൻ ആളില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതിന് ന്യായമില്ലേ? പറയുന്ന കാര്യത്തിന് കോൺഗ്രസ് ഓട്ടോയെ പോകാനുള്ള ആൾക്കാരില്ല, എന്നാലും പറയുന്ന ന്യായമില്ലേ? ഒരു കോൺഗ്രസ്സുകാരനെ ഉള്ളൂ, പറയുന്നതിന് ന്യായമില്ലേ? നമ്മൾ ആ പോയിന്റ് പറയുന്ന കാര്യത്തിനല്ലേ എടുക്കേണ്ടത്? ആ പറയുന്നതിന്റെ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് അല്ലേ എടുക്കേണ്ടത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരുടെ മറുപടി എന്തുവാ? ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, നിങ്ങൾക്ക് ഓട്ടോയിൽ പോകാനുള്ള ആളേ ഉള്ളൂ. ശരി, ഓട്ടോയിൽ പോകാൻ പറയുന്ന ആള് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഓട്ടോയിലാണോ അല്ലെങ്കിൽ സൈക്കിളിലാണോ പോകുന്നത് നമ്മൾ തീരുമാനിച്ചോളാം. അത് ഓട്ടോയിൽ പോകുന്നത് അത്ര മോശമാണെന്ന് തോന്നുന്നില്ല. കാര്യം ഇവർക്ക് ഓട്ടോയിൽ പോകാനുള്ള ആൾ നേരത്തെ ഇല്ലായിരുന്നല്ലോ. ഇവർക്ക് ഓട്ടോയിൽ പോകാനുള്ള ഈ ഇന്ത്യ മഹാരാജ്യം വലിയ ഡെഫനിങ് മെജോറിറ്റിയോടുകൂടി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഓട്ടോയിൽ പോകാനുള്ള ആളുണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഇവർ 1925 കൊണ്ടുവന്ന ആശയമല്ലേ. അപ്പൊ അങ്ങനൊക്കെ വേണേൽ നമുക്ക് എത്ര വേണേൽ ഡിബേറ്റ് ചെയ്യാം, അതൊന്നും ഒരിടത്ത് എത്തത്തില്ല. ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആര് ഒരു കേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിന് വലിയ കാര്യമുണ്ട്. ബിക്കോസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഓരോ കാര്യങ്ങളും ചരിത്രത്തിൽ നിന്ന് ഇറേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. മുൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെ ഈ പറയുന്നതിനെ ഹെഡ് ചെയ്തു എന്ന് പറയുന്നത് എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നു. കാര്യം അദ്ദേഹം ഒരു ഡിഗ്നിഫൈഡ് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ കൺട്രി ആയിരുന്നു. അദ്ദേഹം ഒരു കമ്മിറ്റി വെച്ചിട്ട് അതിന്റെ പുറകെ പോയി എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഐ ഫീൽ പിറ്റി ഓൺ ദാറ്റ്.
പക്ഷെ അത് പോട്ടെ, നമ്മളുടെ ഒരു കാര്യത്തിൽ ഇവർ പറയുന്ന കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ഇതിന്റെ ഒന്നും പ്രോപ്പറായിട്ട് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പല കാര്യങ്ങളും ഇത് വിഷയങ്ങൾ വരും. രാഷ്ട്രീയമായി ഇവരെങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് ടോട്ടലി പൊളിറ്റിക്കൽ. നിങ്ങൾ എക്കണോമിക്കലും ഒന്നും ആക്കേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി. പറഞ്ഞല്ലേ, കേരളത്തിൽ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തെ വിഷയവും ചർച്ച ചെയ്തില്ലേ? ചെയ്തു. കേരളത്തിലെ ജനം ഇച്ചിരി പ്രബുദ്ധമായ ആൾക്കാരാണ്, അത് സത്യമാണ്. അത് കേരളത്തിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും. കേരളം പോലെ ആയിരുന്നു രാജ്യത്തെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ വിഷയം പോലും ഇങ്ങനെ വെക്കില്ല. പക്ഷെ കുഴപ്പം എന്താ? ഈ പറഞ്ഞ യു-പിയിലും ബീഹാറിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നടക്കുന്നത് അങ്ങനെ അല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അതൊരു ചെറിയ പ്രശ്നമല്ല. കാര്യം അവിടെ ചെയ്യുന്ന വോട്ട് എന്റെ ലൈഫിനെ കൂടെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരു യു-പിക്കാരനോ ബീഹാറുകാരനോ വോട്ട് ചെയ്യുമ്പം സബ്സ്റ്റാൻഷ്യലി എന്റെ ലൈഫിനെ അത് മാറ്റുന്ന രീതിയിലാണ് അവന്റെ വോട്ട് എന്റെ മുന്നിലേക്ക് വരുന്നത്. കാര്യം രാജ്യത്തിന്റെ ഭരണം നിങ്ങളിലേക്ക് വരികയാണ്. നോർത്ത് ഇന്ത്യ മാത്രം പിടിച്ചാൽ നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പൊളിറ്റിക്കലി കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും സംസ്ഥാനത്തിനെതിരെ ഉള്ളതും കേന്ദ്രത്തിനെതിരെ ഉള്ളതും ചർച്ച ചെയ്തു എന്ന് പറയുന്നതിന് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അത്രത്തോളം പൊതുവിജ്ഞാനം അവിടെ നിൽപ്പുണ്ടോ? അങ്ങനെയാണോ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്താണ് അതിന് ഉത്തരം. ശ്രീ റോണി കെ ബേബി, അപ്പോഴും നമ്മൾ ഈ പറഞ്ഞത് എല്ലാം ഏകാധിപത്യ സ്വഭാവം, ജനാധിപത്യ വിരുദ്ധം, ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നത്, പാർലമെന്ററി ജനാധിപത്യത്തിന് മേലെയുള്ള കടന്നാക്രമണം, ഇതെങ്ങനെ പറയുമ്പോൾ ഞാൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ആംഗിൾ കൂടി ചോദിക്കാൻ, ഇന്ത്യ സഖ്യത്തെ കൂടി ലക്ഷ്യമിടുന്ന ഒന്ന്, പ്രതിപക്ഷ ഐക്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ വിള്ളൽ അടുപ്പിച്ചു തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ, അല്ലെ ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ ആം ആദ്മി പാർട്ടിയൊക്കെ അടക്കം നമ്മൾ കണ്ടതാണ്, ഡൽഹിയിലോ പഞ്ചാബിലോ ഒക്കെ ഒറ്റയടിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും ജനങ്ങൾക്ക് മുന്നിൽ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? അത് കോൺഗ്രസും CPM ആണെങ്കിലും ഒക്കെ സംഭവിക്കും. എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് BJP എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ മുന്നിൽ, കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പിൽ BJP മുന്നിൽ വെക്കുന്ന ആദ്യത്തെ ആയുധം എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പ്രതിപക്ഷ ഐക്യത്തിൽ ഉണ്ടാകുന്ന വിള്ളൽ, അത് രാഷ്ട്രീയമാണ്. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയമില്ലേ? ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രശ്നമല്ല. ഞാനത് വ്യക്തമായി പറയാം. ഇവിടെ ജയേന്ദ്ര മാഷ് 2-3 തവണ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പേ അഭിപ്രായം പറഞ്ഞ 47 പാർട്ടികളിൽ 32 പാർട്ടികൾ ഇതിനെ അനുകൂലിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ 32 പ്രാദേശിക പാർട്ടികളിൽ ഇപ്പോൾ നിലവിൽ എത്ര പ്രാദേശിക പാർട്ടികളുണ്ട്? NDA സഖ്യത്തിൽ തന്നെ ഉണ്ട്. ഇവരുടെ തന്ത്രം എന്താണെന്നുള്ളത് ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാദേശിക പാർട്ടികളെ തളർത്തിയാൽ മാത്രമേ, തകർത്താൽ മാത്രമേ ഇവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിൽ കാണുമല്ലോ, NCP രണ്ടാക്കി, അതുപോലെ തന്നെ ശിവസേന രണ്ടാക്കി, എല്ലാ സംസ്ഥാനങ്ങളിലും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ ഏതൊക്കെ കാലത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ നിന്നോ അവരെല്ലാം തകർക്കുക. അവരുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ പകുതിയോളം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് ഇപ്പോഴും പ്രാദേശിക പാർട്ടികളാണ്. BJP ഇത്രയും വലിയ സമഗ്രാധിപത്യം ഉണ്ടാക്കിയിട്ട് പോലും ഇന്നും പ്രാദേശിക പാർട്ടികൾ ശക്തമാണ്. അപ്പോൾ ഇതൊരു ചർച്ച വരുമ്പോൾ, ഈ ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. പകുതി സംസ്ഥാന നിയമസഭകളെങ്കിലും അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ ഭരണഘടനാ ഭേദഗതി നടക്കാൻ പോകുന്നുള്ളൂ. അതിവിടെ നടക്കാൻ പോകുന്നില്ല. വലിയ ആത്മവിശ്വാസത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ കോൺഗ്രസും CPM ഒക്കെ ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിലാണ്, ജനങ്ങൾ തൊഴിച്ചു പുറത്താക്കി. അബി വാർ ചാർ സൗ പാർ എന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രധാനമന്ത്രി ആദ്യത്തെ 2 റൗണ്ടിൽ 18,000 വോട്ട് പുറകിൽ പോയതും ഈ രാജ്യത്ത് തന്നെയല്ലേ? 273 സീറ്റ് പോലും കിട്ടാതെ നിങ്ങൾ മറ്റു ഘടകകക്ഷികളെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ പറഞ്ഞു, ഈ പറയുന്ന വഖഫ് നിയമം എന്തുകൊണ്ട് ഈ പ്രാവശ്യം പാസ്സാകുന്ന അറിയാമോ? 2 പാർട്ടികൾ എതിർത്തു, TDPയും JDUവും എതിർത്തു. ഞങ്ങൾക്ക് ഇതിനെ അനുകൂലിക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഈ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളൊക്കെ വളരെ വ്യക്തമായി. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ ഭയപ്പെടുന്നത്? ഞാൻ 2 കാരണം പറയാം. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു സംവിധാനം ഉണ്ടോ? ഇവിടെ സുപ്രീം കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. സുപ്രീം കോടതിയെ മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമം മൂലം അമെന്റ് ചെയ്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാത്രമായി ഇലക്ഷൻ കമ്മീഷന്റെ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. 2, ഇവരെങ്ങനെയാണ് നിയമത്തെ അട്ടിമറിക്കുന്നത്? ഞാൻ പറയാം. 1991 ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആരാധനാലയങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട നിയമം ഈ രാജ്യത്തുള്ള നിയമമാണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. പക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആ നിയമമൊക്കെ അട്ടിമറിച്ചു. എന്നിട്ട് എന്താ, അവിടെയുള്ള മോസ്കുകളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ അടിത്തറമാന്താൻ പോവുക. ഏതാ ഈ രാജ്യത്തെ കൃത്യമായ നിയമം നിലനിൽക്കുമ്പോഴാണ് അവിടെ സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു.
അതാണ് നമ്മളെ ഇവിടെ ഭയപ്പെടുത്തുന്നത്. ഇവിടെ ഭരണഘടനയോ നിയമമോ സംവിധാനങ്ങളോ ഒന്നുമല്ല, ഇവർക്ക് ഇവരുടെ അജണ്ട മാത്രം. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യാമുലിന്റെ തകരുമില്ലെന്നതല്ല പ്രശ്നം. ഈ രാജ്യത്തെ മുഴുവൻ പ്രാദേശിക പാർട്ടികളും ഒരു സംശയം വേണ്ട, നിങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലൂടെ നിങ്ങളുടെ കൂടെ നിന്ന ഈ പറഞ്ഞ ബി.ജെ.ഡി പോയി അവർ തീർത്തു. ഇതാണ് ഇവിടെ ഇന്ത്യയിലുള്ള മുഴുവൻ പ്രാദേശിക പാർട്ടി. തീർച്ചയായിട്ടും ശ്രീ റോണിക്ക് ബേബി, സമയപരിമിതി കൊണ്ടുകൂടിയാണ് നമ്മളത് പ്രേക്ഷകരോട് ചോദിച്ചു. ഈ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണോ? 62% പ്രേക്ഷകരും അതെ എന്ന് പറയുന്നു. 36% പ്രേക്ഷകരാണ് അല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞത്. എനിക്ക് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ തിരിച്ചു വരാൻ കഴിയുന്ന സമയപരിമിതി കൊണ്ട് മാത്രമാണ്. അതിൽ ഒറ്റ കാര്യം ഉറപ്പാണ്, ഏകാധിപത്യ സ്വഭാവമുള്ള ജനാധിപത്യ വിരുദ്ധ ബില്ലാണ് ഇതെന്ന് പറയുമ്പോഴും ഇത് നടപ്പാകില്ല എന്നൊരു പ്രതീക്ഷ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ പറയുന്നതാണ് അല്ലെങ്കിൽ നടപ്പാക്കുന്നതാണ് പറയുക എന്ന് ആവർത്തിക്കുന്ന BJP ഇത് നടപ്പാകും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിൽ വിധിന്യായ സഭകൾ പറയും 1 നേഷൻ 1 ഇലക്ഷനിലെ ഭാവി എന്താകുമെന്നുള്ളത്. വളരെയധികം നന്ദി ശ്രീ ടി പി ജയചന്ദ്രൻ, N. ലാൽകുമാർ, ഒപ്പം ശ്രീ റോണി കെ ബേബി പ്രൈം ഡിബേറ്റിന്റെ ഭാഗമായത് പൂർണ്ണമാകുന്നു.